യെസ്, വെൽക്കം ടു എക്സ്പിനോ ലേണിംഗ്. മക്കളെ, നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയില്ലേ? യെസ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കാം കേട്ടോ. അല്ലേ, അതിൽ വീഡിയോ സെഷനിൽ ഓൾറെഡി നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മക്കളെ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. യെസ്, ഒന്ന് ഷെയർ ചെയ്ത് സെറ്റാക്കിക്കേ. അതുപോലെ ചാറ്റ് ബോക്സിൽ വരാം കേട്ടോ. എല്ലാവരും ചാറ്റ് ബോക്സിൽ വന്ന് ആൻസേഴ്സൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. മക്കളെ, ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. എല്ലാവരും ലൈക്ക് ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിലെ ഷുവർ ക്വസ്റ്റ്യൻസ് കേട്ടോ. യെസ് മക്കളെ, നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴേക്കും ആദ്യം തന്നെ 2 കാര്യങ്ങൾ ഇവിടെ ഷുവറായിട്ടും പഠിച്ചിരിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പഠിച്ചിരിക്കണം. അവിടെ 3D സീരീസ്. ഓക്കെ, 3D സീരീസ് പഠിക്കാനായിട്ട് സിമ്പിൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് 3D സീരീസിലെ എലമെൻറ്റ്സ്. ഓക്കെ, പഠിച്ചേ. സ്കൂട്ടിയിൽ വിക്രമൻ. ഓക്കെ, വിക്രമൻ ഫെക്കോ നിക്കൂസൻ എന്ന് പഠിക്കാം കേട്ടോ. എങ്ങനെ പഠിക്കാം? സ്കൂട്ടിയിൽ വിക്രമൻ ഫെക്കോ നിക്കൂസൻ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, 21 മുതൽ 30 വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് 3D സീരീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 21 മുതൽ 30 വരെ. അപ്പോൾ അതിൽ പഠിക്കാൻ സ്കൂട്ടിയിൽ വിക്രമൻ. ഓക്കെ, ഫെക്കോ നിക്കൂസൻ എന്നൊറ്റടിക്ക് പഠിക്കുക. 21 മുതൽ സിങ്ക് വരെ. അതുപോലെ അറ്റോമിക് നമ്പർ നമുക്കപ്പോൾ കിട്ടുമല്ലോ, അവരുടെ അറ്റോമിക് നമ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. അപ്പോൾ ഇതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ പറഞ്ഞത്. അതിൽ ക്രോമിയം, അതുപോലെ കോപ്പർ. യെസ്, ക്രോമിയം കോപ്പറും നിങ്ങൾ എന്താക്കണം? ഒന്ന് ശ്രദ്ധിക്കണം. അത് ഹാഫ് ഫീൽഡും ഫുള്ളി ഫീൽഡും ആണ് എന്നുള്ള കാര്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കേട്ടോ. ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. സ്കാൻഡിയത്തിന് +2 ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സ്കാൻഡിയത്തിന് സ്കാൻഡിയല ഇപ്പോൾ ക്രോമിയത്തിൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട്. മറ്റേതൊക്കെ കുറവാണെങ്കിൽ കൂടി ക്രോമിയം, മെഗ്നീഷ്യം ഒക്കെ ചോദിക്കാറുണ്ട്. അതിനകത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ് മക്കളെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റീസൺ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് ഇൻ ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ കൂടി ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കാണിക്കാനുള്ള റീസൺ എന്ന് ചോദിച്ചാൽ പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഡി ഓർബിറ്റൽ ഇൻ ദ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ ഡി ഓർബിറ്റൽസ്. സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോകാം. സൈസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഇടയിലുള്ള ട്രെൻഡാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാടാ? ഫസ്റ്റ് ആദ്യം ഉള്ളതിൽ നിന്ന് എന്താവും? ഡിക്രീസ് ചെയ്യും, പിന്നെ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോകും, പിന്നെ ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ റീസൺ എന്താ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ടെങ്കിൽ കൂടി അതിനെ സ്ക്രീനിങ് എഫക്റ്റ് ഓർ ഷീൽഡിങ് എഫക്റ്റ് എന്താവും? ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ തേർഡ് ഇലക്ട്രോൺ റിപ്പൾഷൻ. അടുത്തടുത്ത ലാൻഡ്രോഡ് കൺട്രാക്ഷനൊക്കെ സംഭവിക്കുന്ന സമയത്ത് അടുത്തടുത്താവുമ്പോൾ അവരുടെ ഇലക്ട്രോൺ ക്രൗഡ് കുറക്കാൻ വേണ്ടി അവരൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസണും അതിൻ്റെ ട്രെൻഡും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഷുവറാണ് മക്കളെ, 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കി വെച്ച് പോയിക്കോ, നഷ്ടപ്പെടില്ല. അറ്റോമിക് സൈസ് ഇൻക്രീസസ് ആസ് വിൽ കം ഡൗൺ ടു ഗ്രൂപ്പ്. ഗ്രൂപ്പിൻ്റെ അടിയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും എന്താ ഉണ്ടാവാറ്? അറ്റോമിക് സൈസ് കൂടുകയാണ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കൂടി വരാനാണ് സാധാരണ പീരിയോഡിക് ടേബിളിലെ ട്രെൻഡ്. ഓക്കെ, ബട്ട് ഇൻ 4th ഗ്രൂപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് ആൾമോസ്റ്റ് സിമിലർ അറ്റോമിക് സൈസ്. വൈ? അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ റേറ്റ് ഈസ് കോൺസീക്വൻസസ്. ഇതിൻ്റെ ആൻസർ എന്താടാ? ലാന്തനോയിഡ് കൺട്രാക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് അല്ലേ. സിർക്കോണിയത്തിന് നമ്മൾ പറഞ്ഞു 160 പൈക്കോമീറ്റർ ആണെങ്കിൽ ഹാഫ്നിയത്തിന്
159 പൈക്കോമീറ്റർ ആണല്ലേ അവരുടെ സൈസ്. അപ്പോൾ ഏകദേശം സിമിലർ സൈസാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്താടാ, ലാന്തനൈഡ് കൺട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ലാന്തനൈഡ് കൺട്രാക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക. അതല്ലെങ്കിൽ ലാന്തനോയിഡ് കൺട്രാക്ഷൻ അതിൻ്റെ കോൺസിക്വൻസസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ലാന്തനൈഡ്സ് എലമെൻറ്റ്സ് ബിക്കോസ് ഇൻക്രീസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഡ്യൂ ടു ദ പ്യൂൾ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് എഫ് ഇലക്ട്രോൺസ്. ഓക്കെ, എടാ അവരുടെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരാൻ കാരണം എന്താ, ലാന്തനോയിഡ് കൺട്രാക്ഷൻ അഥവാ ഇലക്ട്രോണിനെ എന്താക്കും, അടുത്തേക്ക് വലിക്കും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ആ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് തടയാൻ വേണ്ടി ഷീൽഡിംഗ് എഫക്റ്റ് ഇല്ലാത്തതുമാണ് അതിൻ്റെ റീസൺ. ഓക്കെ, അതിൻ്റെ കോൺസിക്വൻസസ് എന്താടാ, ഡ്യൂ ടു ലാന്തനോയിഡ് കൺട്രാക്ഷൻ സെക്കൻഡ് ആൻഡ് തേർഡ് റോ ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ് സീരീസ് 3D സീരീസും 4D സീരീസൊക്കെ എന്താടാ സിമിലർ സൈസാണ് ഏകദേശം. സോറി 5D സീരീസും 4D സീരീസിനും ഏകദേശം സിമിലർ സൈസാണ്. അതിന് വേണമെങ്കിൽ എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താടാ ഏകദേശം സെയിം ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഐസൊലേഷൻ പ്രയാസമാണ് എന്നുള്ള 2 പോയിൻറ്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, വേറെ റീസണും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് മെനി ആസ് ദ ട്രാൻസിഷൻ മെറ്റൽ അയോൺ അട്രാക്റ്റഡ് ബൈ. ഓക്കെ, ഗീവ് ദ റീസൺ ഫോർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താടാ നമ്മൾ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടിയുള്ള കാരണം എന്താടാ, ഇൻകംപ്ലീറ്റ് ഫില്ലിംഗ് ഓഫ് ഡി ഓർബിറ്റൽ. ഓക്കെ, വാക്കൻ്റ് ഡി ഓർബിറ്റൽ ഉണ്ടായതുകൊണ്ടാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. എടാ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് നോട്ട് ബൈ മാഗ്നീസ് കാണിക്കാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. +1 ഉണ്ട്, +2 ഉണ്ട്, +4 ഉണ്ട്, +7 ഉണ്ട്. എടാ ഈ ഒരു കോളം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഉത്തരം എഴുതാം കേട്ടോ. എടാ മാഗ്നീസ് എന്താടാ, മാഗ്നീസ് ഓക്കെ +2 മുതൽ 7 വരെയാണ്. അപ്പോൾ +1 എന്താക്കുന്നില്ല, കാണിക്കുന്നില്ല മാഗ്നീസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. Cr2+ is a good reducing agent. Why? Mn3+ is a good oxidizing agent is why എന്ന് ചോദിച്ചാൽ എന്താ മക്കളെ, അതിൻ്റെ റീസൺ എന്താടാ, Cr2+ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയാൻ കാരണം നോക്കിക്കേ, Cr ക്രോമിയത്തിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഈ ഗ്രീൻ കൊടുത്തതാണ് മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ Cr +2 നിന്ന് എന്താക്കും, +3 എന്താക്കും, ഓക്സിഡേഷൻ നടക്കും അല്ലേ, Cr3+ ആയിട്ട് മാറും. അപ്പോൾ ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടന്നവൻ നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വിളിക്കും. Mn3+ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയാൻ കാരണം എന്താ, Mn3+ Mn2+ എന്ന മോർ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറും. അങ്ങനെ അവിടെ റിഡക്ഷൻ നടക്കും. റിഡക്ഷൻ നടന്ന ആൾക്ക് നമ്മൾ ഓക്സിഡേഷൻ ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ ആ റീസണ് എഴുതി വെക്കുക. യെസ്, നെക്സ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് മക്കളെ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഒരു എലമെൻറ്റ് തന്നിട്ട് നമ്മോട് ചോദിക്കും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എഴുതാൻ. മക്കളെ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് കാണിക്കും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. FeSO4 ആണ് നമ്മൾ ചെയ്യുന്നത്. FeSO4, SO4ന് 2- ആണ് അല്ലേ, ചാർജ് 2- ആണ്. ഇവിടെ +2 ആവും. ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ +2 ആവും. ബാലൻസ് ആവും, 0 ആവണ്ടേ. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ Fe3+ ആണ് ആക്കേണ്ടത്. അപ്പോൾ എത്ര വരും ഇടമക്കളെ, അതിനാണ് ഞാൻ ഇവിടെ എന്ത് പഠിക്കണം എന്ന് പറഞ്ഞത്, അവരുടെ അറ്റോമിക് നമ്പർ പഠിക്കണമെന്ന് പറഞ്ഞത്. യെസ്, 1 2 3 4 5 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇവരെന്തായിരിക്കും മക്കളെ, പാരാമാഗ്നറ്റിക് ആണ് അല്ലേ. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവർ പാരാമാഗ്നറ്റിക്കും, അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അവർ ഡയാമാഗ്നറ്റിക്കാണ്. എടാ എവിടെയാണ് അൺപെയർഡ് ഇലക്ട്രോൺ? ഇതാ ഇവിടേക്ക് ഒന്നുള്ളൂ. 2 ഉണ്ടാകണമെങ്കിൽ പെയർഡ് എന്ന് പറയാം. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അൺപെയർഡ് ഉണ്ടെങ്കിൽ അവർ പാരയാണ്. ഓക്കെ, എടാ ഇവിടെ Fe2+ അല്ലേ, Fe2+ ആണ്. നിങ്ങളൊന്ന് നോക്കിക്കേ. യെസ്, എടാ Feയുടെ ചാർജ് എന്താടാ 26 ആണ്. അതിൽ 2+ പോയി എന്ന് പറഞ്ഞു അല്ലേ. 2+ പോയി എന്ന് പറഞ്ഞാൽ 2 ഇവിടുന്ന് കൊടുത്തു. അപ്പോൾ 3d6 ആണ് ഉണ്ടാവുക. അപ്പോൾ ഡി ഓർബിറ്റൽ എത്ര, 6 ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 6 കൊടുത്തു, 6 പെയർ ചെയ്ത് കൊടുത്തു, ഓരോന്നായിട്ട് കൊടുത്തു. ഇവിടെ എന്തായില്ല, അൺപെയർഡ് ആണ്. അപ്പോൾ പാരാമാഗ്നറ്റിക് ആണ്. ഇവരുടെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് എങ്ങനെ കാണാം, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ് ഇത്. N എന്ന് പറഞ്ഞാൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് എന്നാണ്. ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4 × 4 + 2 √. ഓക്കെ, √24 ബോർ മാഗ്നറ്റ്രോൺ എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇതാ ഇത്രയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താടാ, സം ട്രാൻസിഷൻ മെറ്റൽസ് ഹാവിംഗ് ബോക്സ് ബിലോ ചൂസ് ദ കളേർഡ്. കളേർഡ് ആണെങ്കിൽ കളേർഡിൻ്റെ പ്രോപ്പർട്ടി എന്താണ് മക്കളെ,
എന്തുകൊണ്ടാണ് കളർ കാണിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അവിടെ ഡി ട്രാൻസിഷൻ നടക്കുന്ന അല്ലെങ്കിൽ എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനും നടക്കുന്നതുകൊണ്ടാണ്. ഡി ട്രാൻസിഷൻ ഉണ്ടായതുകൊണ്ടാണ് കളേർഡ് കോമ്പൗണ്ട് കാണിക്കുന്നത് കേട്ടോ. ഡി ട്രാൻസിഷൻ ഉണ്ടായതുകൊണ്ടാണ് എന്ന് എഴുതണം. യെസ്, ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ എലമെൻറ്റ്സിൽ ഏതിനൊക്കെയാണ് കളേർഡ് കോമ്പൗണ്ട് കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എന്തായിരിക്കും മക്കളെ? കളേർഡ് ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ കളേർഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കാൻഡിയം 3+ ഈ സംഭവങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഏതെങ്കിലും ഒന്ന് കാണിക്കണമെങ്കിൽ ഒന്ന് കാണിക്കാം. യെസ്, മക്കളെ ഞാൻ ഏതാ കാണിക്കാം? സ്കാൻഡിയം 3+ കാണിക്കാം. യെസ്, ഫസ്റ്റ് സ്കാൻഡിയം 3+ അല്ലേ? യെസ്, സ്കാൻഡിയം 3+നെ എങ്ങനെയാണ്? നിങ്ങളൊന്ന് 3+ 21 വരിക അല്ലേ? അറ്റോമിക് നമ്പർ 21. അപ്പോൾ 3+ 3 പോയി കഴിഞ്ഞാൽ 3D 0 ആയിരിക്കും വരിക. അതുകൊണ്ട് എന്താണ് അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ കളർലെസ് ആയിരിക്കും. കളർലെസ്. ഓക്കെ, നെക്സ്റ്റ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? യെസ്, അവർക്ക് എബിലിറ്റി വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ്. അതിനൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. വെനേഡിയം പെൻഡോക്സൈഡ് V2O5 ഇൻ കോൺടാക്റ്റ് പ്രോസസ്. ഓക്കെ, യെസ്, അതുപോലെ തന്നെ ഏതൊക്കെ എഴുതാം? പൗഡേർഡ് അയൺ യൂസ്ഡ് ഇൻ നമ്മുടെ ഹെയ്ബർ പ്രോസസ്, അതൊക്കെ എഴുതാം കേട്ടോ. വാട്ട് ആർ അലോയിസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഹോമോജീനിയസ് മിക്സ്ചർ 2 and 2 അതിൽ കൂടുതൽ മെറ്റൽസ് മിക്സ് ചെയ്യുന്നതിനാണ് അലോയിസ് എന്ന് പറയുക. സിങ്കും അതുപോലെ കോപ്പറും നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടും മിക്സ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് ഏതാ കിട്ടുക? ബ്രാസ് എന്ന് പറയുന്ന അലോയാണ് കിട്ടുക. ബ്രോൺസ് എങ്ങനെ കിട്ടുക മക്കളെ? ബ്രോൺസ് എങ്ങനെ കിട്ടും? കോപ്പറും അതുപോലെ തന്നെ ടിന്നും ചെയ്യണം കേട്ടോ. ടിന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രോൺസ് കിട്ടും. ആ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, കുപ്രസ് അയോൺ അൺസ്റ്റേബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ വൈ എന്ന് ചോദിക്കാറുണ്ട്. അതിന് കാരണം എന്താണ്? അവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കും. അഥവാ ഈ Cu+നെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? Cu+നെയാണ് കുപ്രസ് അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുപ്രസ് അയോൺ അക്വസ് സൊല്യൂഷനിൽ H2O പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും സെയിം എലമെൻറ്റിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കും. അതുകൊണ്ടാണ് അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്. യെസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷുവറായിട്ടും വരും. ഓക്കെ, 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എഴുതി വെച്ചോ. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ പ്രസൻറ്റ് K2Cr2O7. ഡൈക്രോമേറ്റും പെർമാംഗനേറ്റിൻ്റെയും പ്രിപ്പറേഷൻ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അതിൻ്റെ യൂസോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെയാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം ഞാൻ കൊടുത്തിട്ടുള്ളത്. പൈറോലൂസൈറ്റ് നിന്ന് ഉണ്ടാക്കും അല്ലേ? പൈറോലൂസൈറ്റ് KOHൻ്റെ പ്രസൻസിൽ പൊട്ടാഷ്യം മാഗ്നേറ്റ് ആവും. പൊട്ടാഷ്യം മാഗ്നേറ്റ് ഇലക്ട്രോളിസിസ് നടത്തിയിട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആവും. അതിൻ്റെ ഒരു 2 യൂസസും 2 പ്രോപ്പർട്ടീസും നിങ്ങൾ നോക്കണം. ഓക്കെ, 2 നോക്കി മതി. ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2 യൂസ് നോക്കുക, 2 പ്രോപ്പർട്ടീസ് നോക്കുക. 2 സ്റ്റെപ്പിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു 6 പോയിൻ്റ് ഇതിൽ നിന്ന് പഠിക്കണം. യെസ്, നെക്സ്റ്റ് നമുക്ക് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് K2Cr2O7. എന്താണ്? ക്രോമേറ്റ് അയോൺ എന്നാണല്ലോ ഉണ്ടാക്കുന്നത്. NaOHൻ്റെ പ്രസൻസിൽ നമ്മൾ എന്താക്കും? ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം ക്രോമേറ്റ് കിട്ടും. അത് H2SO4മായി റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. സോഡിയം ഡൈക്രോമേറ്റ് KCl-ലുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ 2 യൂസസും 2 പ്രോപ്പർട്ടീസും നോക്കി പോവാം. ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ ചോദിക്കും. എൻ്റെ ഒരു തോന്നലിൽ ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് 2 നോക്കി പോകണം. കൂടുതൽ ഇത് നോക്കിക്കോ. 2 നോക്കണം കേട്ടോ. ഷുവറായിട്ടും ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. MnO4 2- MnO4- അല്ലെങ്കിൽ Cr2- CrO4 2- Cr2O4 2- ഏതെങ്കിലും നിൻ്റെ സ്ട്രക്ചർ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒന്ന് പഠിച്ചു നോക്കണേ. ഈ ഒരു 4 സ്ട്രക്ചർ പഠിക്കണം. അതുപോലെ ഇതിൻ്റെ കളറും പഠിക്കണം കേട്ടോ.
നെക്സ്റ്റ് എടാ ലാസ്റ്റ് ഏരിയ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് കോമൺ ഫോർ ലാന്തനൈറ്റ്സ്? ലാന്തനൈറ്റ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് വിട്ടു തന്നു, ഒന്ന് കമൻറ്റ് ചെയ്യുക. ലാന്തനൈഡ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മിഷ് മെറ്റൽ എന്താ മക്കളെ? മിഷ് മെറ്റൽ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ 95% ലാന്തനോയിഡും അതുപോലെ 5% അതർ എലമെൻറ്റ്സും കൂടിയ ഒരു അലോയി ആണ് കേട്ടോ. അലോയി ആണ്. മെറ്റൽ എന്ന് കേൾക്കുമ്പോൾ മെറ്റലാണ് വിചാരിക്കരുത്. അലോയി വിത്ത് എന്താടാ 95% ലാന്തനൈഡ്സ് പ്ലസ് 5% അതർ മെറ്റൽസ്. ഓക്കെ, അതാണ് മിഷ് മെറ്റൽ. 4 ഫീച്ചേഴ്സ് ഓഫ് ആക്ടിനോയിഡ്സ്. ആക്ടിനോയിഡ്സ് ഏട്ടാ റേഡിയോ ആക്റ്റീവ് ആണ്, അതുപോലെ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് എന്നുള്ളതൊക്കെ എഴുതി കൊടുക്കാം. ഓക്കെ, സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 ചാപ്റ്റേഴ്സും നമ്മൾ ഈ ഒരു ലൈവിലായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാം ഒന്ന് സെറ്റാക്കി പഠിച്ച് റെഡിയാക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും പഠിച്ചു പോവുക. ഓക്കെ, അതുപോലെ നമ്മുടെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മക്കളെ ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. അതുപോലെ നോട്ടോ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. ബാക്കിയുള്ള കെമിക്കൽ കൈനറ്റിക്സ് പോലത്തെ ചാപ്റ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.